ഓക്കെ, അപ്പൊ നമുക്ക് വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് കൊളോസി ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന അധ്യായം മുഴുവൻ. നമ്മുടെ കയ്യിൽ അരമണിക്കൂർ കൊണ്ട് ഈ കൊളോസി ലേഖനത്തിലെ ആദ്യത്തെ കുറെ വാക്യങ്ങൾ, ഒരു 17-ാം വാക്യം വരെ എങ്കിലും എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രധാന കാര്യങ്ങൾ മാത്രം. നമ്മൾ രക്ഷ പ്രാപിക്കുക, വിശുദ്ധീകരണം പ്രാപിക്കുന്നതിന് എന്ത് ചെയ്യണം? ഇതാണ് കൊളോസി ലേഖനത്തിൽ പറയുന്ന കാര്യം. ഈ കൊളോസി ലേഖനത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിന്റെ ആദ്യ ഭാഗത്ത് വിശുദ്ധീകരണം പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നല്ല, വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതായത് വാട്ട് ഈസ് സാങ്ക്ടിഫിക്കേഷൻ. അപ്പോൾ കൊളോസി ലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ പറയുന്നത് ക്രിസ്തു തന്നെയാണ് നമ്മുടെ വിശുദ്ധീകരണം. ദൈവത്തിന്റെ എല്ലാ സമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ എല്ലാ സമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. എഫെസ്യ ലേഖനത്തിലെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയിലും നിറയുന്നതിന് വേണ്ടി. ഓർമ്മയുണ്ടോ? ഇതൊക്കെ ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? നമ്മള് സാധാരണഗതിയിൽ എന്നോടൊരാൾ പറഞ്ഞാണ്, ചേസ് പാസ്റ്ററുടെ ചർച്ചിലെ ആൾക്കാരും ബൈബിൾ വായിക്കാറില്ല, പ്രസംഗം കേൾക്കാറേ ഉള്ളൂ എന്ന്. സത്യമാണെന്ന് എനിക്കറിയാമല്ലോ കേട്ടോ, പക്ഷെ വായിക്കണം. എഫെസ്യർ 3:19 എന്ത് പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്? ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണം. ആ ദൈവത്തിന്റെ എല്ലാ നിറവും എന്ന് പറയുന്നത് അവിടെ തൊട്ടുമുമ്പിൽ പറയുന്നത് ക്രിസ്തുവിന്റെ മനുഷ്യ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുവാനും, ജോൺസൺ ബ്രദർ എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരേണ്ടതിന് അപേക്ഷിക്കുന്നു. അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് കൊളോസി ലേഖനത്തിലാണ് പൗലോസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ക്രിസ്തുവിന്റെ നിറവിനാൽ നമ്മൾ നിറഞ്ഞു വരുന്നത്. അതിന് ദൈവം ചെയ്ത പണി പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ദൈവത്തിന്റെ സർവ്വ നിറവും, അതാണല്ലോ വേണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? അവന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞവൻ. അപ്പോ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അപ്പൊ നമുക്ക് വിശദീകരിക്കപ്പെടാൻ വേണ്ടി ദൈവം എന്താ നൽകിയത്? ക്രിസ്തുവിനെ തന്നെ നൽകിയത്. അപ്പൊ ക്രിസ്തുവിൽ എന്തുണ്ട്? ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു, അല്ലെ? ദേഹമായി ഈ ലോകത്ത് വസിക്കുമ്പോൾ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, കർത്താവ് മരിച്ചപ്പോ എന്തായി മാറി? ആദം ജീവനുള്ള ദേഹിയായി മാറിയതുപോലെ യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പൊ നമ്മുടെ ഉള്ളിലെ ആത്മാവ് വസിക്കുമ്പോൾ ശരിക്കും ആരാ വസിക്കുന്നത്? പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ ശരിക്കും വസിക്കുന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ എന്തുണ്ട്? ദൈവത്തിന്റെ എല്ലാ സമ്പൂർണതയും ഉണ്ട്. അപ്പൊ നമ്മളെ വിശുദ്ധീകരിക്കുന്ന എന്താണ്? നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. ശരിയല്ലേ? ക്ലിയർ അല്ലേ തോട്ട്? അപ്പൊ കൊരിന്ത്യർ 1, എഫേസ്യർ 1, കൊളോസ്യർ 1, ഇങ്ങനെ അപ്പോസ്തലിക ലേഖനങ്ങളിലൂടെ വിശുദ്ധീകരണത്തെ കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അപ്പൊ നമുക്കൊരു ഒരു ആത്മാവിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനുമുണ്ട്, ജഡത്താൽ ജീവിക്കുന്ന ഒരു പഴയ മനുഷ്യനുമുണ്ട്. അപ്പൊ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എപ്പോഴെല്ലാം വിശ്വാസത്തിൽ ജീവിക്കുന്നോ അപ്പോഴെല്ലാം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവനല്ല, ക്രിസ്തുവിന്റെ ജീവനാണ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഫെയ്ത്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നെ കർത്താവ് നടത്തും. ഈ നടത്തി മടുത്തിരിക്കുക. പെന്തക്കോസ്തുകാർ എപ്പോഴും ഈ നടത്താ പറയുന്നത്, മൊത്തം നടപ്പാ. ഇത്രത്തോളം നടത്തിയ ബൈബിളിൽ വെള്ളം വാക്കിയത് തന്നെ കേട്ടോ, പക്ഷെ അത് ഓവർ ഡൂയിങ് ആണ്. അതായത് എല്ലാം ഈ നടത്തിപ്പിന്റെ കാര്യം മാത്രം ഓർക്കുന്നത്. വീട് തന്ന ദൈവത്തിന് സ്തോത്രം, രോഗം മാറ്റിയ ദൈവത്തിന് സ്തോത്രം. ഈ നടത്തിപ്പാണ്. ഒരു ദിവസം തട്ടിപ്പോയി കഴിയുമ്പോൾ എന്ത് പറയും? വീട് തന്നുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നടത്തിയോണ്ട് വല്ല പ്രയോജനം? ഒന്നുമില്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോട് ചോദിച്ചാലും നടത്തിയ ദൈവം, നടത്തിയ വിധങ്ങൾ. ഞാൻ നടത്തിയ സമയത്ത് കുറച്ച് വണ്ടിയെ കയറ്റി വിടുമായിരുന്നെങ്കിൽ. ഇതൊരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് ഏത് സഭയിൽ ചെന്നാലും ഇതേ ഉള്ളൂ, ഏത് പ്രസംഗം കേട്ടാലും ഇത്രയേ ഉള്ളൂ, നടത്തിയ വിധം. അപ്പൊ ഇവിടെ പക്ഷെ വിശ്വാസികളുടെ യഥാർത്ഥ നടപ്പെന്ന് പറയുന്നത് ഏത് നടപ്പാണ്? അത് ഈ ഇടുക്കുവഴിയിലൂടെ, ക്രിസ്തു എന്ന ഇടുക്കുവഴിയിലൂടെയുള്ള നടപ്പാണ്. അവിടെ നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് വരാം, ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അത് കിട്ടുന്നോ ഇല്ലെന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ പ്രസക്തമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പം ഇവിടെ എവിടാ നീ കിടന്നത്, നീ എന്താ പ്രാർത്ഥിച്ചൊരു വലിയ വീട് വെക്കാഞ്ഞത് എന്നൊന്നും കർത്താവ് ചോദിക്കില്ല. അതൊക്കെ അപ്രസക്തമാണ്. അവിടെ ഒരൊറ്റ കാര്യമേ പ്രസക്തമായിട്ടുള്ളൂ, ക്രിസ്തു ആണോ ജീവിച്ചത്?
ആ ഇടുക്കുവഴിയിലാണോ നടന്നത്? അതിനെയാണ് നമ്മൾ ഫെയ്ത്ത് വാക്ക് എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ നടപ്പെന്ന് പറയുന്നത് ആ ഇടുക്ക് വഴിയിലുള്ള നടപ്പാണ്. ഓക്കെ, ആ നടപ്പ് വിശ്വാസത്താലാണ് നടക്കുന്നത്. അപ്പം ഓരോ സമയത്തും നമുക്കൊരു ഇടുക്ക് വഴിയുണ്ട്. നമ്മുടെ മൂവ്മെന്റിൽ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ഇടുക്ക് വഴിയുണ്ട്. നിന്ദയുള്ള, പരിഹാസമുള്ള, കഷ്ടതയുള്ള, അല്ലെങ്കിൽ ധൈര്യമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കോൺസിക്വൻസസ് ഉള്ള ഒരു ഒരു ഇടുക്ക് വഴി എല്ലാ സമയത്തും ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തിയേക്കാം, ഈ ലോകത്തിലെ സമാധാനം. ചിലപ്പോൾ ആളുകളെ നമ്മുടെ ശത്രുക്കളാക്കി മാറ്റിയേക്കാം. പക്ഷെ ആ ഇടുക്ക് വഴി എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ട്. ക്രിസ്തുവിനെ ജീവിക്കാനുള്ള, ടു ലീവ് ക്രൈസ്റ്റ്, ദാറ്റ് നാരോ ഗേറ്റ് ഈസ് ഓൾവേസ് ബിഫോർ us. അപ്പോൾ വിശുദ്ധീകരണത്തിന്റെ വഴിയായിട്ട്, ക്രിസ്തു നമ്മിൽ വസിക്കുന്നതിനുള്ള വഴിയായിട്ട് പല ആൾക്കാരും തെറ്റായ രീതിയിലാണ് പഠിപ്പിക്കുന്നതെന്ന് പൗലോസ് പറയുന്നു. സാധാരണഗതിയിൽ എങ്ങനെയാണ് തെറ്റായ രീതിയിലുള്ള പഠിപ്പിക്കലുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചുകൊണ്ടാണ്. കാരണം നമുക്ക് ഒരു തെറ്റ് പ്രചരിപ്പിക്കാൻ വളരെ അഗ്ലി ആയിട്ടുള്ള ഒരു രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരും പോകില്ല. അപ്പൊ തെറ്റ് പ്രചരിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സത്യത്തോട് ചേർന്ന ഒരു കൗണ്ടർ ഫീറ്റ് ഉണ്ടാക്കണം. ഇപ്പൊ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, 500 രൂപ നോട്ടൊക്കെ നമുക്കറിയാലോ, 500 രൂപ കണ്ടറിയാലോ. ഓക്കെ, ഈ 500 രൂപയുടെ കള്ളനോട്ട് കണ്ടിട്ടുണ്ടോ? പണ്ട് ഞാൻ കൽപ്പറ്റ സ്റ്റേറ്റ് ബാങ്കിൽ ഒരു ഡ്രാഫ്റ്റ് മാറാൻ വേണ്ടി പോയി നിൽക്കുവാണ്. അവിടെ എങ്ങനെ അവിടെ പോകേണ്ട ആവശ്യം എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല, ചെക്ക് എന്തോ ആയിരുന്നു. അപ്പൊ ഒരു മനുഷ്യൻ കൗണ്ടറിൽ ബോധം കെട്ട് കിടക്കുന്നു. അപ്പൊ ഞാനൊരിച്ച് ഇയാൾക്ക് എന്ത് പറ്റി? അയാൾ ആൾക്കാരിന്ന് വെള്ളം തെളിക്കുന്നുണ്ട്. നോക്കിയപ്പോ അയാൾ 1000 രൂപ നോട്ടാ, അന്ന് 1000 ഉള്ളൂ. 3000 രൂപ നോട്ട് കൊണ്ടുപോയി കൗണ്ടർ കൊടുത്തു. 3 കള്ളനോട്ടാ. പുള്ളി ബോധം കെട്ട് വീണു. ആരോ കൊടുത്തു വിട്ടാ പുള്ളിക്ക്. അപ്പൊ ഞാൻ അവിടുത്തെ കൗണ്ടറിൽ വിളിച്ചു, ഇത് കള്ളനോട്ടാന്ന് എങ്ങനെ മനസ്സിലാവും? നോക്കിയ അയാൾ കാണിച്ചു തന്നു. അതുപോലെ നമ്മുടെ 1000 രൂപ നോട്ട് ഇതായിട്ട് ഒരു വ്യത്യാസമില്ല. അപ്പൊ നമ്മളെ ചതിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളോട് എഗ്രി ചെയ്യുന്ന രീതിയിൽ കള്ളം പറയണം. അതായത് സത്യമെന്ന് തോന്നിപ്പിക്കുന്ന കള്ളങ്ങൾ പറയണം. അപ്പോൾ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന കള്ളങ്ങളാണ് കൂടുതൽ വഞ്ചിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ ചെറുപ്പത്തിലെ ക്ലാസ്സിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 500 രൂപയുടെ ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് 50 രൂപയുടെ ഒക്കെ നോട്ടുകൾ പോലെ വിൽക്കാൻ കിട്ടും പിള്ളേർക്ക് കളിക്കാൻ. കണ്ടിട്ടുണ്ടോ? അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല അത് കൊടുത്ത് ആരെങ്കിലും കാശ് സാധനം മേടിക്കാൻ പോവോ? അതിന് നമ്മളെ ചതിക്കാൻ പറ്റില്ല. കാരണം എന്താ? അത് സത്യം പോലെ അല്ല. ഈ സത്യത്തിനോട് അടുത്ത കള്ളങ്ങളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഇപ്പൊ സാധാരണഗതിയിൽ വിശുദ്ധി എന്ന് പറയുമ്പോൾ ഒരാളുടെ പെട്ടെന്ന് ഹൃദയത്തിലേക്ക് വരുന്നത് എന്താ? നിങ്ങളുടെ ഹൃദയത്തിലെ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഹൃദയത്തിലേക്ക് വരുന്നത് എന്താ? ചെയ്യരുതാത്ത കുറെ കാര്യങ്ങൾ. അരുത് 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 അരുത്. ഇത് ആദ്യം മനസ്സിലേക്ക് വരുന്നത് അല്ലേ? അപ്പൊ കൊളോസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ തൊട്ട് പറയുന്നത് തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നിങ്ങനെയുള്ള പ്രമാണങ്ങളാൽ വരുന്ന ഒരു വിശുദ്ധിയെ കുറിച്ചല്ല പുതിയ നിയമം പറയുന്നത്. അപ്പൊ പ്രമാണങ്ങളാൽ വരുന്ന വിശുദ്ധി, അതാണ് നമ്മൾ ഇതെല്ലായിടത്തും കാണുന്ന വിശുദ്ധി എന്ന് പറയുന്നത്. അത് പ്രമാണങ്ങളാൽ വരുന്നതാണ്. അപ്പം കൊളോസ്യ ലേഖനത്തിൽ പറയാണ്, പ്രമാണങ്ങൾക്ക് നമ്മളിൽ നീതി ഉണ്ടാക്കാനോ വിശുദ്ധി ഉണ്ടാക്കാനോ സാധിക്കയില്ല. ഓക്കെ, അപ്പോ ഈ പ്രമാണങ്ങൾ കൊണ്ട് ഉണ്ടാകാത്ത ഒരു വിശുദ്ധി പിന്നെ എങ്ങനെ ഉണ്ടാകും? അവിടെയാണ് 3-ാം അധ്യായം പ്രസക്തമാകുന്നത്. എങ്ങനെയാണ്? അതായത് ഇവിടെ അവസാനം പറയുന്നത് എന്താ? ഈ പ്രമാണങ്ങൾ കൊണ്ട് ഒരു വിശുദ്ധി ഉണ്ടായാലുള്ളൊരു കുഴപ്പം, അത് ഹൃദയം തടിച്ചുപോയ സ്വയനീതിക്കാരായ ആളുകളെ സൃഷ്ടിക്കുകയുള്ളൂ. കാരണം കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിയുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ മറ്റുള്ള എല്ലാവരെക്കാളും ഞാൻ ബെറ്റർ ആണ്, അവരെ പോലെ ഒന്നും അല്ല ഞാനെന്നൊരു ഫീലിംഗ് ഉണ്ടാവും. ആ ഫീലിങ്ങിനെ തടയാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ആശുപത്രി പോകാത്ത ആളാണ്, അല്ലെങ്കിൽ ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കുന്ന ആളാണ്. ഇതൊക്കെ എന്താ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ നിന്ദിക്കാനുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഞാൻ ഇന്നതെല്ലാം ചെയ്യുന്നുണ്ട്, നീ എന്താടാ ചെയ്യാത്തെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക. ശരിയല്ലേ? അപ്പൊ അത് വിശുദ്ധി അല്ല ഉണ്ടാക്കുന്നത്, അത് ക്രിസ്തുവിന് വിരോധമായ ഒരു സ്പിരിറ്റിനെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൊളോസ്യ ലേഖനത്തിൽ പറയാണ് അങ്ങനെയുള്ള പ്രവൃത്തികളാലല്ല വിശുദ്ധി ഉണ്ടാകുന്നത്. പിന്നെ എങ്ങനെ ഉണ്ടാകുന്നത്? 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ അങ്ങനെയൊന്നും വിശുദ്ധി വരികയില്ല എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. അപ്പോ
ഉയരത്തിലുള്ളത് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? വിശുദ്ധരാകുന്നത്. അപ്പൊ ഉയരത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വിശുദ്ധരാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഉയരത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതമല്ല, ക്രിസ്തുവിന്റെ ജീവനാണ്. അതാണ് അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, വെൻ ക്രൈസ്റ്റ് ഹു ഈസ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവനായ ക്രിസ്തു. അപ്പൊ ഉയരത്തിലേക്ക് നോക്കി ഒരാൾ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അയാളുടെ ജീവൻ എന്ന് പറയുന്നത് ആരുടെ ജീവനാണ്? അതെങ്ങനെ സംഭവിച്ചത്? ആ ഉയരത്തിലെ ജീവിതം ക്രിസ്തുവിന്റെ ജീവനാണ്. നമുക്ക് അങ്ങനെ ഒരു ജീവിതം ഇല്ലായിരുന്നു. നമ്മൾ ഈ ലോകത്തിലെ ജീവിതം ജീവിച്ചു വന്നവരാ. നമുക്ക് ആരാ ഉയരത്തിലെ ജീവിതം തന്നത്? ക്രിസ്തുവാണ്. അപ്പൊ യേശുവിന്റെ ജീവനാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഉയരത്തിലേക്ക് നോക്കുന്ന എല്ലാവരും യേശുവിന്റെ ജീവനാണ് ജീവിക്കുന്നത്. വെൻ ക്രൈസ്റ്റ് ഹു ഈസ് യുവർ ലൈഫ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവനല്ല, യേശുവിന്റെ ജീവനാണ് നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഴുവൻ മനോഭാവം മാറി, അല്ലേ? മാറിയില്ലേ? കർത്താവ് നോക്കുന്ന നോട്ടം നമുക്ക് ലഭിക്കുക, കർത്താവിന്റെ ചിന്തകൾ നമുക്ക് ലഭിക്കുക. അപ്പൊ അങ്ങനെ കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ, അവന്റെ ജീവൻ നമ്മുടെ ജീവനായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത് പറയുന്നത്. ഒന്ന്, പഴയ മനുഷ്യൻ വൃത്തികെട്ടവനായിട്ട് നമുക്ക് മനസ്സിലാവും. നേരത്തെ ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. നേരത്തെ നമ്മൾ രസിച്ചുകൊണ്ടിരുന്ന പഴയ മനുഷ്യൻ ഇപ്പൊ നമുക്ക് അസഹനീയമായി മാറും. കാരണം യേശുവിന്റെ ജീവന്റെ ടേസ്റ്റ്, അതിന്റെ മധുരം, അതിന്റെ ജോയ് നമ്മുടെ പഴയ മനുഷ്യന്റെ സുഖങ്ങളെ അപ്രസക്തമാക്കി കളയും. അതായത് അത് നമുക്ക് വേണ്ട എന്ന് തോന്നും. നിയമങ്ങൾ വെച്ചാണെങ്കിലോ എനിക്കിഷ്ടമാണ്, പക്ഷെ നിയമം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അതാണ് നിയമം കൊണ്ടുണ്ടാകുന്ന വിശുദ്ധി. എന്നാൽ ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധി എങ്ങനെയാണ്? അത് അവർ ചെയ്യാൻ പറഞ്ഞാലും എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ? ഞാൻ അതിനോട് മരിച്ചിരിക്കുന്നു. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഫെയ്ത്ത് ലൈഫിലൂടെ നമുക്ക് ലഭിക്കുന്നത് പാപത്തോടുള്ള മരണമാണ്. മറ്റേത് നമ്മൾ അപ്പോഴും പാപത്തെ സ്നേഹിച്ചുകൊണ്ടാണ് അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആരാ ജോൺസൺ ബ്രദർ പറഞ്ഞപ്പോഴല്ലേ പറഞ്ഞത്, ആർക്കും ഈ പാപത്തിന് രക്ഷപ്പെടാൻ ആഗ്രഹമില്ലെന്ന്, ഇല്ലേ? ശരിക്കും മനുഷ്യന്റെ സ്വഭാവം അതാണ്. ഒരാൾക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ ആഗ്രഹമില്ല. കാരണം സിൻ ഈസ് ആൻ എൻജോയബിൾ തിങ്. ഇത് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. പാപത്തിനകത്ത് രുചിയുണ്ട്, രസമുണ്ട്. പക്ഷെ അതിനെ തോൽപ്പിക്കണമെങ്കിൽ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഉയരത്തിലെ തേജസ്സിന്റെ ആ മഹത്വം, യേശുവിന്റെ മഹത്വം എൻ്റെ ഉള്ളിലെ ഒരു കൊതിയായിട്ട് വരണം. അത് എന്നെ ഭരിക്കണം. ആ ജീവനിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എനിക്ക് ലോകത്തിന്റെ കാര്യങ്ങൾ അത് വേണ്ട 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 എന്ന് തോന്നും. അത് ആരല്ലോ നിർബന്ധിച്ചാൽ പോലും വേണ്ട. കർത്താവ് പറയില്ല, ഇനി പറയാ, ഞാൻ നിന്റെ പ്രവൃത്തി ഒന്നും നോക്കുന്നില്ല. അങ്ങനെയാണല്ലോ പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കില്ല. കാരണം എന്താ? എനിക്ക് വേണ്ട. ബിക്കോസ് ഐ ആം ഡെഡ്. അപ്പൊ കർത്താവിന് ഇങ്ങനെ പറയാം, നിന്റെ പ്രവൃത്തികൾ ഞാൻ നോക്കുന്നില്ല, നിന്റെ വിശ്വാസമേ നോക്കുന്നുള്ളൂ. കാരണം എന്താ? മനസ്സിലായോ? എന്താ കാരണം? പ്രവൃത്തി വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ മരിച്ചല്ലോ. ഈ മരിച്ച ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെ എന്താണ് പ്രശ്നം? നമ്മൾ ഉയരത്തിലോട്ട് നോക്കി അല്ല പലപ്പോഴും ജീവിക്കുന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് ആഹ്വാനങ്ങൾ വേണ്ടി വരുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ പഴയ അവയവങ്ങൾ വെച്ച് ഇനി ജീവിക്കരുത്. ഈ പഴയ അവയവങ്ങൾ എന്ന് പറയുന്നതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്. 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മഹത്വത്തെ ഓർക്കുമ്പോൾ അവന്റെ കൂടെ നിങ്ങളും തേജസ്സിൽ ഒരു ദിവസം വെളിപ്പെടും എന്ന് ഓർക്കുമ്പോൾ. ക്രിസ്തു തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലവും ഏറ്റവും വലിയ വിശുദ്ധിയും എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിലെ അവയവങ്ങളെ മരിപ്പിക്കണം. ഈ ഭൂമിയിലെ പല അവയവങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും സ്ട്രോങ് ആയിട്ട് 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2 തരത്തിലുള്ള അടിമത്തങ്ങൾ ഉണ്ടാക്കുന്ന അവയവങ്ങളെ കുറിച്ചാണ്. ഒന്ന് സെക്ഷുവാലിറ്റി, ലൈംഗികമായ പാപങ്ങൾ. മറ്റൊന്ന് സമ്പത്തിന് വേണ്ടിയുള്ള ദാഹം. ഇത് രണ്ടുമാണ് ഏറ്റവും അടിമത്തം ഉണ്ടാക്കുന്ന പാപം എന്നാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതായത് നമ്മുടെ ബോഡി, നമ്മുടെ ചിന്തകൾ ഈ 2ന്റെ പുറകെ പോയാലും നമ്മൾ മരണത്തെ തന്നെയാണ് സ്വീകരിക്കുന്നത്. അതായത് ദാറ്റ്സ് ആൻ അഡിക്ഷൻസിനെ കുറിച്ച്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അഡിക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ലൈംഗികമായ പാപങ്ങളുടെ അടിമത്തം, അതുപോലെ തന്നെ പണമോഹം എന്നുള്ള അടിമത്തം. ഇത് 2നെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇതെല്ലാം ഐഡലേറ്ററി ആണ്, വിഗ്രഹാരാധനയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. ഈ കാരണങ്ങളാൽ ദൈവത്തിന്റെ കോപം നിങ്ങളുടെ മേൽ വരും.
ഇനി അതിന്റെ കൂടെ പറയുന്ന വേറൊരു പാപമുണ്ട്. അതായത് പഴയ മനുഷ്യന്റെ അവയവങ്ങൾ ഇതെല്ലാം. ഒന്ന്, ലൈംഗികമായ അരാജകത്വം. ഈ ലൈംഗികമായ അരാജകത്വം ഈ അടുത്ത സമൂഹത്തിൽ അടുത്ത തലമുറ കൂടുമ്പോൾ അത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ആളുകൾക്ക് സമാധാനമില്ല. ദർ സീക്കിംഗ് ദ അബ്നോർമൽ. കാരണം ഈ പാപം ഓരോ ദിവസം പെരുകി വരുമ്പോൾ അബ്നോർമലായ കാര്യങ്ങളിലേക്കുള്ള ഇൻട്രസ്റ്റ്, ഹോമോസെക്ഷുവാലിറ്റി, ഇങ്ങനെയുള്ള വൈകൃതങ്ങളിലേക്കുള്ള ഇൻട്രസ്റ്റ് ആളുകൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്, കാലമാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന് സെക്ഷൽ സിൻസും മറ്റൊന്ന് മണി റിലേറ്റഡ്. ഇത് രണ്ടും നമ്മുടെ സോളിനെ തിന്നുന്ന വളരെ ക്രൂരമായ ദുഷ്ടമായ പാപങ്ങളാണ്. ഈ കാരണങ്ങളാൽ ദൈവത്തിന്റെ കോപം വരും. ഒരു കാലത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ നടന്നിരുന്നത് എന്ന് പൗലോസ് ചോദിക്കുന്നു. എന്നിട്ട് 8-ാം വാക്യത്തിൽ പറയാണ്, ഇതിന്റെ കൂടെ പിടിക്കാൻ പറ്റുന്ന വേറൊരു പാപമുണ്ട്. അതെന്ത് പാപമാണെന്നറിയാമോ? അവിടെ 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒന്നായിട്ട് കൂട്ടാം. ഒന്ന് ആങ്കർ, കോപം. റാത്ത്, പക. റാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം, വെറുപ്പ്, ക്രോധം. ഓക്കെ. മാലിസ്, പക, അല്ലെ? പണ്ട് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു. അതിനകത്ത് ഖുഷ്വന്ത് സിംഗ് എന്ന് പറഞ്ഞൊരു പഞ്ചാബി ഒരു ലേഖനം എഴുതായിരുന്നു. വിത്ത് മാലിസ് ടുവേർഡ്സ് എവരി വൺ. എല്ലാവരോടും പകയോടെ എന്നായിരുന്നു എന്റെ ടൈറ്റിൽ. ഓക്കെ. മാലിസ്, പക. സ്ലാൻഡർ. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവിടെ എഴുതിക്കുന്ന വാക്ക് ഏതാ? ഈർഷ്യ മാലിസ് ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞെന്താ? ഓക്കെ, ഈർഷ്യ എന്ന് എഴുതിയിരിക്കുന്നില്ല. ഇവിടെ സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ ഈ പരദൂഷണം പറയുന്നതിനാണ്. ഒരാളെ സ്ലാൻഡർ ചെയ്യുക, ദൂഷണം. ഈ സ്ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ദൂഷണം എങ്ങനെ പറയുന്നറിയോ? സ്ലാൻഡർ എന്ന വാക്കിന്റെ പ്രത്യേകതയുണ്ട്. നമുക്ക് ചുമ്മാ ഒരാളെ കുറ്റം പറയുന്നതല്ല സ്ലാൻഡർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാന് സിബിയുടെ കുറ്റം പറയാണ്, പോളങ്ങളിനോട് പറയാണ്, സിബി അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ്. അത് കുറ്റം പറച്ചിൽ, അത് ഗോസിപ്പിങ്. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടി ഒരു സാധനമാണ്. നമുക്കൊരാളെ സ്ലാൻഡർ ചെയ്യണമെങ്കിൽ അതിനർത്ഥം അവന്റെ പേര് തകർക്കണം എന്നുള്ളതാണ്. അതായത് ഐ വാണ്ട് ടു ഡിസ്ട്രോയ് ഹിം. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ഇവൻ ശരിയല്ല എന്ന് സ്ഥാപിക്കണം. ബ്രാൻഡ് എ പേഴ്സൺ ആസ് സംതിങ് ആൻഡ് ദെൻ ഡിസ്ട്രോയ് ദാറ്റ് പേഴ്സൺ. അതായത് അവൻ പൈസയ്ക്ക് വേണ്ടി നടക്കുന്നതാണ്. ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഞാൻ വെറുക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്കും അവനെ വെറുക്കാം. കാരണം എന്താ? ഐ ഹാവ് ബ്രാൻഡഡ് ഹിം. ഇതിനെയാണ് നമ്മൾ സ്ലാൻഡർ എന്ന് പറയുന്നത്. ഇത് വിശ്വാസികളുടെ ഇടയിൽ കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരും ദൈവത്തിന്റെ ഗ്ലോറി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുക. എല്ലാവരും സഭയെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ പുറത്താക്കണം. അതൊരു കടമയായിട്ട് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ചൂടായി ഇവർക്ക്. സഹോദരങ്ങളെ ശത്രുക്കളെ പോലെ കണ്ടവരെ സ്ലാൻഡർ ചെയ്ത് ഒതുക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ദൈവത്തിന്റെ മക്കൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. പിള്ളേർ പ്രത്യേകിച്ച് ഓർക്കണം, എന്റെ വായിന്ന് മോശം വാക്കുകൾ വരുന്ന നാവാണെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവത്തിന് ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ടാവുകയില്ല. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. കാരണം എന്റെ നാവ് ദൈവത്തിന്റെ സ്തുതി അല്ലാതെ ഒന്നും പറയാൻ പാടില്ല. എന്റെ നാവിൽ നിന്ന് ഒരാളെ മോശമായി ബ്രാൻഡ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും മിസ്റ്റേക്കുകളുണ്ട്, ബട്ട് വി കനോട്ട് ബ്രാൻഡ് എനിവൺ. ഒരു ഒബ്സീൻ ടോക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇത് പഴയ മനുഷ്യന്റെ നടപ്പിന്റെ പ്രത്യേകതയാണ്. ഇതെല്ലാം ഓൾഡ് മെൻ. ഇവരാരും രക്ഷിക്കപ്പെടുന്നവരല്ല, ഇവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? ഈ പഴയ മനുഷ്യനാണ് ഇപ്പോഴും വാഴുന്നതെന്ന് മാത്രമല്ല, ആ പഴയ മനുഷ്യനിൽ അവര് രസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഈ 9-ാം വാക്യം വരെ എന്തൊക്കെയാ നമ്മൾ കണ്ടത്? 3 പ്രധാനപ്പെട്ട പാപങ്ങൾ. ഒന്ന് ലൈംഗികമായ പാപം, മറ്റൊന്ന് പണമോഹം. ഏത് പ്രായത്തിലും വരാവുന്ന രോഗം ഇതൊക്കെ. നമ്മൾ വിചാരിക്കും യൗവനകാലത്ത് ഇതിനെയൊക്കെ ജയിക്കാന്ന്. മരണത്തിന്റെ നിമിഷം വരെയും പോരാടേണ്ട പാപങ്ങളാണ് ഇതെല്ലാം. ഇനി 9-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാണ്, പറയാനുമില്ല. അത് മരിച്ചാലും കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതാ? വൈരാഗ്യ ബുദ്ധി. അത് പരീക്ഷന്മാർക്ക് ഭയങ്കര കൂടുതലാ. നമ്മൾ ഇത്തിരി നീതി എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഒരുത്തിനെയും വെച്ചേക്കല്ല. ഒത്തുപോലെയാണ് പരിപാടി. ഓക്കെ. എന്നിട്ട് പറയാണ്, ഡു നോട്ട് ലൈ ടു വൺ അനദർ. നിങ്ങൾ പഴയതിനെല്ലാം പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ കള്ളം പറയുന്നതും നിർത്തണം. ഇതെല്ലാം പഴയ മനുഷ്യന്റെ. അപ്പം പുതിയതായി വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളോട് നമ്മള് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമില്ല. എങ്കിലും പൗലോസ് ഇത് പറയാനുള്ള കാരണം
ഈ പഴയ മനുഷ്യൻ ഏതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്? എന്തൊക്കെയുണ്ട്? ഇത് മൂന്നുമാണ് പഴയ മനുഷ്യന്റെ പ്രധാന അവയവങ്ങൾ. ഒന്ന് ശാരീരികമായ സന്തോഷം, മറ്റൊന്ന് നാളെ ഈ ശാരീരികമായോ മാനസികമായ സന്തോഷം പോകാതിരിക്കാൻ തക്കവണ്ണം ജീവിതം മനോഹരമാക്കാൻ വേണ്ട പണം. മൂന്ന്, എനിക്കെതിരെ നിൽക്കുന്നവരെയും എന്നെ പോലെ അല്ലാത്തവരെയും എന്നോട് ചേർന്ന് നിൽക്കാത്തവരെയും തള്ളിക്കളയുന്ന വെറുപ്പ്. ഇത് മൂന്നും ആരുടെ ലക്ഷണങ്ങളാണ്? പഴയ മനുഷ്യ ലക്ഷണങ്ങൾ. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് കണ്ണാടി പോയി നോക്കണം, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എൻ്റെ ഉള്ളിലുണ്ടോ? ചിലപ്പം കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമായിരിക്കും. അങ്ങനെ കണ്ടാൽ എൻ്റെ ഹൃദയത്തിൽ അതിനോടൊരു യുദ്ധമുണ്ടോ? ഞാൻ ഇതിനോട് പോരാടുന്നുണ്ടോ? ഞാൻ ഇതിനോട് പോരാടുന്നു ഇല്ലെങ്കിൽ, ഇതിനോട് എനിക്ക് അറപ്പ് തോന്നുന്നില്ലെങ്കിൽ, വെറുപ്പ് തോന്നുന്നില്ലെങ്കിൽ, ഞാൻ ഇതിനോട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം ഞാൻ ഇപ്പോഴും പഴയ മനുഷ്യനിലാണ് ജീവിക്കുന്നതെന്നും ആ പഴയ മനുഷ്യന്റെ എൻജോയ്മെന്റ് ഇപ്പോഴും ഞാൻ ആസ്വദിക്കുന്നു എന്നുമാണ്. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. ഈ മുന്നറിയിപ്പാണ് കൊളോസ്യർ 3-ാം അധ്യായത്തിലുള്ളത്. കുറെ നാൾ കൂടി വന്നിട്ട് ഞാൻ ഇതൊക്കെയാണോ പറയുന്നത് ചോദിക്കരുത്, നല്ല കാര്യങ്ങളിലോട്ട് പോവാണ്. അപ്പൊ പുട്ട് ഓഫ് ചെയ്യേണ്ട കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ, എന്തൊക്കെ ഉപേക്ഷിക്കുന്ന ആ പഴയ മനുഷ്യന്റെ അടയാളങ്ങളാണിത്. നമ്മൾ ഉരിഞ്ഞു കളയുന്ന പഴയ ഷർട്ട്, അതിനകത്തുള്ള ഡർട്ടാണ് ഈ കാണിക്കുന്നത് മൊത്തം. അപ്പൊ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ ഇതൊന്നുമില്ല. വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ നോക്കുന്നത് നമ്മുടെ സഹോദരങ്ങളെ പോലെ, നമ്മുടെ മക്കളെ പോലെയാണ്. ദൈവത്തിന്റെ ഇമേജായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരാളെ നമ്മുടെ ഒരു കപടമായ കണ്ണുകൾ കൂടെ മോഹത്തോടെ നോക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ശരിക്കും അത് പഴയ മനുഷ്യനാണ്. കാരണം എല്ലാവരിലും നമ്മൾ കാണുന്ന ക്രിസ്തുവിന്റെ ഇമേജാണ്. നമ്മുടെ ഐസ്, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചിന്തകൾ, അതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ, ഓക്കെ, ഇതെല്ലാം നമ്മുടെ ആ വിശ്വാസ ജീവിതത്തെ നിർവചിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അടുത്ത് പറയുന്നത് പുട്ട് ഓൺ ദെൻ, എന്താണ് നിങ്ങൾ ധരിക്കേണ്ടത്? നമുക്കറിയാലോ ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അല്ലെ? എന്തൊക്കെയാ? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളെ പോലെ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക. എന്തൊക്കെയാ? പരിശുദ്ധി, വിശുദ്ധി, ഹോളി, ബിലവഡ്, കമ്പാഷനേറ്റ് ഹാർട്ട്. മറ്റുള്ളവരോട് നമുക്ക് കമ്പാഷൻ തോന്നണം. ഒരാള്, ഇപ്പൊ ഞങ്ങള് മിഷണറി ലൈഫായിരുന്നു, ഓക്കെ, നിങ്ങൾക്കറിയാലോ. ആദ്യകാലത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടും ഒറ്റപ്പെടലും ഉണ്ടായിരുന്നു. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഞങ്ങൾ ആന്ധ്രയിലായിരിക്കുന്ന ആദ്യകാലത്ത് ഞങ്ങൾക്കൊന്ന് ഫോൺ ചെയ്തൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേരളത്തിലോട്ട് ഫോൺ വിളിക്കാൻ ആരും ഇല്ല, വീട്ടിലോട്ട് വിളിക്കുക എന്നുള്ള അല്ലാതെ വേറെ ആരെയും വിളിക്കാനില്ല. ആകെ ഒരാളോടാ സംസാരിക്കുന്നത്. അപ്പോൾ ലോൺലിനെസ് ഉണ്ട്, കയ്യിൽ കാശുമില്ല. അപ്പൊ വളരെ ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ കുഞ്ഞുണ്ടാകുന്ന സമയത്തും അതിനുശേഷവും ഒക്കെ ജീവിച്ചു പോയിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഇന്നത്തെ മിഷണറിമാർക്കൊക്കെ അത്രയും കുഴപ്പമില്ല, കാരണം ആൾക്കാർ കൂടെ ഉണ്ട്, ഒന്നും കാശില്ലെങ്കിലും, അല്ലെ? ശരിയല്ലേ? നമ്മുടെ മിഷണറിമാർക്കെല്ലാം പുറകെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കുറച്ച് ആൾക്കാരെങ്കിലും, അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വിളിക്കാം, പ്രാർത്ഥിക്കാന്ന് പറയാം, പനി അസുഖമില്ല ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ, കേൾക്കാനും പ്രാർത്ഥിക്കാനെങ്കിലും ആളുണ്ട്. നമുക്കതൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ചിന്തിക്കുക, മിഷണറിമാർ കുറച്ച് കഷ്ടപ്പെട്ടാലേ, എന്താ ചിന്തിക്കേണ്ട ഞാൻ? മിഷണറിമാരൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട് ജീവിക്കണം, അവരില്ലായ്മയൊക്കെ പഠിക്കണം. ഒരു നിർബന്ധവും ഇല്ല, അങ്ങനെ പഠിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. എവിടെ ബൈബിളിൽ അങ്ങനെ എഴുതിയേക്കുന്നത്? നമുക്ക് ആരെയും ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഞാൻ അനുഭവിച്ച വേദനയിലൂടെ, ഒറ്റപ്പെടലിലൂടെ, ഇല്ലായ്മകളിലൂടെ അവർ പോകരുത്. അതാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. ഞാൻ അനുഭവിച്ച, ചില അപ്പനന്മാർ പറയില്ലേ, ഞാനൊക്കെ കഷ്ടപ്പെട്ട് വളർന്നാടാ, നീയും കുറച്ച് കഷ്ടപ്പെട്. അങ്ങനെയല്ല, ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ എൻ്റെ മക്കള് പോകരുത്. അതിനെയാണ് എമ്പതറ്റിക് ലവ് എന്ന് പറയുന്നത്. ഈ എമ്പതറ്റിക് ലവ് ആണ് കർത്താവ് നമുക്ക് തരുന്നത്. കർത്താവ് മരിച്ച ശാപമരണം നമുക്കെടുത്ത് മാറ്റാൻ വേണ്ടിയാ. ആ ഒറ്റപ്പെടൽ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാ കർത്താവ് ഒറ്റയ്ക്ക് ആ ഗത്സമന തോട്ടത്തിലിരുന്ന് കരഞ്ഞത്. സോ ദാറ്റ് വി ആർ നെവർ ലെഫ്റ്റ് അലോൺ, വി ആർ നെവർ അബാൻഡൻഡ്, ബിക്കോസ് ഹി വാസ് അബാൻഡൻഡ് ഫോർ അവർ സേക്ക്. അപ്പൊ കമ്പാഷനേറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ കംപാഷൻ ആണ്. കംപാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപാട്രിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ പാഷൻ. എനിക്ക് ആ ആൾക്കുണ്ടാകുന്ന അവരുടെ പാഷനിൽ, വേദനയിൽ ഞാനും സഹയാത്രികനാണെന്നാണ് എൻ്റെ അർത്ഥം. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെയിൻ. അപ്പൊ നമ്മുടെ ഇല്ലായ്മകളിലൂടെ പോയത് ആ വേറൊരാൾക്കുണ്ടായാൽ എന്നാ കുഴപ്പമെന്ന് ചോദിക്കരുത്. കാരണം എന്താണ്? ആ ഇല്ലായ്മ എല്ലാവർക്കും വേദനയുള്ള കാര്യമായതുകൊണ്ട്
ഓക്കെ, ആ വേദനകളിലൂടെ ഒരു പോകരുതെന്നാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കൈൻഡ്നെസ്, കരുണ, ഹ്യൂമിലിറ്റി. അറിയാലോ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമിലിറ്റി ആൻഡ് മീക്ക്നെസ് ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള. ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന സമയത്തിന് പോയിക്കൊണ്ട് 12 കുഴപ്പമില്ല. ഓ വെരി ഗുഡ്. ഓക്കെ, മുമ്പോട്ട് പോയി കുഴപ്പമില്ല, കുറച്ചുകൂടെ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രദറിനോട് സംസാരിക്കും, എന്ത് ഹംബിളാന്നറിയാവോ, മഹാ അഹങ്കാരിയായിരിക്കും, വെളിയിൽ കാണിക്കാതെ ഭയങ്കര വിനയമായിട്ട് സംസാരിക്കാൻ മനുഷ്യന് പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തെല്ലാം വന്നിട്ട്, ഓ ബ്രദറെ എന്തുണ്ട് വിശേഷം, അച്ചായ സുഖമാണോ, അമ്മാമ്മ എന്ത് പറയുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കുക എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഞാൻ എന്റെ ഫ്രെയിംവർക്ക് വേറെയാ. അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കാൻ ഭയങ്കര അഹങ്കാരി ചിലപ്പോ ആയിരിക്കും കേട്ടോ. അപ്പൊ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷനിലൂടെയാണ് ആൾക്കാർ കാണുന്നത്. പക്ഷെ ശരിക്കുള്ള ഹംബിൾനെസ് എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പിൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. ഈ ദൈവത്തിന്റെ മുമ്പിൽ നിന്നാണ്, അതായത് ആത്മാവിൽ നിന്നാണ് ഈ ഹംബിൾനെസ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം, കർത്താവെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെക്കാളും അർഹതയുള്ളവരാണ് നിന്റെ കൃപയ്ക്ക്, ഞാനാണ് ഏറ്റവും അനർഹനും ഏറ്റവും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെന്ന് എന്റെ ഹൃദയത്തിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് ഹംബിൾനെസ് എന്ന് പറയുന്ന സാധനം. അപ്പൊ വേറൊരാൾ ശുശ്രൂഷിക്കുമ്പോഴും എന്നോട് സംസാരിക്കുമ്പോഴും അവൻ ആരടാ എന്നോട് അങ്ങനെ പറയാമെന്ന് തോന്നില്ല. അപ്പൊ ഹംബിൾനെസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പിൽ ഞാൻ എന്നെ കണ്ടു കഴിയുമ്പം ഞാനാണ് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ വേണ്ട ആൾ, എന്നെ കുറിച്ചാണ് കർത്താവ് ഏറ്റവും വേദനിക്കുന്നത് എന്ന് എന്റെ ഹൃദയത്തിൽ തോന്നണം. എവ്രി വൺ എൽസ് ഈസ് ബെറ്റർ ദാൻ മീ എന്ന് തോന്നണം. അപ്പൊ അതിനെയാണ് നമ്മൾ ശരിക്കും ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അത് യെശയ്യാവിന്റെ ജീവിതത്തിൽ നമുക്കറിയാം. യെശയ്യാവ് ആദ്യം എല്ലാവരും വഴക്ക് പറയുമായിരുന്നെങ്കിലും ആ വഴക്ക് പറയുന്നതിനകത്ത് ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. നീയൊക്കെ എന്ന് നന്നാവാനാടാന്നൊരു ഭാരം അതിനകത്തുണ്ടായിരുന്നു. കഴുതകളെ നോക്ക്, അല്ലെ, കാളകളെ നോക്ക്, അതൊക്കെ നിന്നേക്കാ ഭേദം, അങ്ങനെയല്ലേ? അങ്ങനെ യെശയ്യാവ് ആദ്യം പറയുന്നത്. ഇന്ന് പ്രസംഗിക്കുമ്പോൾ പ്രസംഗം പറയുന്നതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ കുറെ പ്രോബ്ലം ആയിട്ട് ഫ്രണ്ട് വന്നിരിക്കുന്നു, പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. ഇതാണ് പ്രസംഗത്തിന്റെ സ്റ്റൈല്. പണ്ട് CMS കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ ഡിബേറ്റിനൊക്കെ പോകുന്ന പ്രസംഗിക്കുന്ന സമയത്ത് ഒരു സാർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രസംഗിക്കുന്നവരെ പോലെ എനിക്ക് വെറുപ്പുള്ള ഒരു വർഗം ലോകത്തില്ല. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? നിങ്ങളുടെ വിചാരം നിങ്ങളെല്ലാം തികഞ്ഞവരും നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരും ഞങ്ങളെല്ലാം ഫ്രണ്ടിൽ ഇരിക്കുന്ന മണ്ടന്മാർ, ഈ മനസ്സോടെ അല്ലേ നീയൊക്കെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട് ചോദിച്ചു. ഞാൻ അന്നോട്ട് അല്ലെങ്കിൽ സംഗതി ശരിയാണ്, പക്ഷെ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് എന്നോടും കൂടെയാണ്. അപ്പൊ ഹംബിൾനെസ് ഉണ്ടാകേണ്ടതാണ്. ഹംബിൾനെസ് എവിടെ നിന്ന് ഉണ്ടാകുന്നത്? ദൈവം എനിക്ക് വെളിപ്പെടുത്തരുന്നതാണ് ഹംബിൾനെസ് എന്ന് പറയുന്നത്. നീയാണ് ഏറ്റവും കൃപ വേണ്ടയാൾ, നീ നിൽക്കുന്നത് കൃപയാലാണ്, ആരുടെയും പുറത്ത് കയറരുത്, ആരെയും ദുഷ്ടമായി വിചാരിക്കരുത്, കാരണം നിനക്ക് ലഭിച്ച കൃപയാണ് നീ ഇങ്ങനെ നിൽക്കാൻ കാരണം. സോ ഹംബിൾനെസ് ഈസ് സംതിങ് ദാറ്റ് ഗോഡ് ക്രിയേറ്റ്സ് ഇൻ അസ്. ഓക്കെ, അടുത്തത് മീക്ക്നെസ് ആണ്. മീക്ക്നെസിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർപ്പിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, പട്ടിയുടെ കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു യജമാനൻ ഇണങ്ങിയ നായയുടെ സ്വഭാവം എന്ന് പറയുന്നത് മീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യജമാനൻ പറയുമ്പം, അല്ലെങ്കിൽ യജമാനന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുരയ്ക്കുകയും ഇടപെടുകയും എല്ലാ സമയത്ത് ശാന്തമായിരിക്കുകയും ചെയ്യുന്നു. രാത്രി മുഴുവൻ കുറച്ചുകൊണ്ടിരിക്കുന്ന പട്ടി. ചില ആൾക്കാർ അങ്ങനെയാണ്, ചില പട്ടികൾ അങ്ങനെയാണ്, അല്ലെ? രാത്രി മുഴുവൻ കുറച്ചുകൊണ്ടിരിക്കും. യജമാനൻ വന്ന് വിൻഡോ തുറന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഇല അനങ്ങിയത്, ഒന്നുമില്ല, പോയി കിടന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഭയങ്കര കുര, നോക്കിയപ്പം ഒന്നുമില്ല. ഇങ്ങനെ 5-6 പ്രാവശ്യം പട്ടി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും മൈൻഡ് ചെയ്യത്തില്ല. ശരിയല്ലേ? അങ്ങനെ ചില വിശ്വാസികളുണ്ട്, എന്ത് കണ്ടാലും കുരയ്ക്കും. ഈ മൈക്ക് എന്താ അങ്ങനെ വെച്ചേക്കുന്നത്, ക്യാമറ അങ്ങനെ തിരിച്ചു, ശരിയാണോ? ഒരാൾ പറഞ്ഞു, നിങ്ങളെല്ലാം ഇരുന്നുകൊണ്ട് കർത്തൃമേശ കഴിച്ചത്, ഞാൻ ഇനി സഭയിലോട്ടില്ല. പണ്ട് പറഞ്ഞ കർത്താവെല്ലാം ഇരുന്നുകൊണ്ടാണ് കഴിച്ചത്, അവർ ഇരുന്ന പ്രാർത്ഥന കഴിച്ചു, അല്ലെ? ശരിയല്ലേ? മതി, അത് മതി. അവർ കുറച്ചു പോയി. എന്ത് കണ്ടാലും കുറയ്ക്കുന്നവരോ, അവനയാൾ എപ്പോഴും വഴക്കുണ്ടാക്കും ബ്രദറെ, അയാൾ പറയുന്നില്ല ഇത് കാര്യമൊന്നുമില്ല എന്ന് പറയും, അല്ലെ? പറയില്ല അങ്ങനെ? ഓ, ആ അച്ചായനാണോ, പുള്ളിക്ക് എല്ലാം പ്രശ്നം, എല്ലാരോടും വഴക്കാം. കാരണം എന്താ? എന്ത് കണ്ടാലും കുറയ്ക്കും. ഇനി ചില പട്ടികൾ ആര് കണ്ടാലും കുറയ്ക്കില്ല, എന്ത് കണ്ടാലും കുറയ്ക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പട്ടിയെ കിട്ടിയ അയൽവക്കക്കാരൻ കൊണ്ടുപോയി വിട്ടാ ഞങ്ങളുടെ വീട്ടിൽ. എനിക്ക് ഈ പട്ടി അണ്ണാനെ കാണുമ്പോൾ ഓടും. വലിയ പട്ടിയാ, ലാബ്രഡോർ, ഒരു ലാബ്, വലിയൊരു ലാബ്. അയൽവക്കക്കാരൻ കൊണ്ടുപോയി വിട്ടതാ. അണ്ണാന്റെ സൗണ്ട് കേട്ടാ ഈ പട്ടി ഓടും. ആദ്യമായിട്ട് ഒരു പട്ടിയെ സമാധാനമായിട്ട് ഒരു പട്ടിയുടെ അടുത്ത് ചെന്നത് ആ പട്ടിയുടെ അടുത്താ. കാരണം സാധാരണ പട്ടികൾക്ക് എനിക്ക് പട്ടികളോടോ സമാധാനം ഇല്ല. പക്ഷെ ഇത് ഭയങ്കര, അതായത്
ഒന്നിനെ കണ്ടാലും കുരയ്ക്കില്ല. കുരയ്ക്കാൻ അതിന് അറിയാമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല. ഇതും കൊണ്ടും പ്രയോജനമില്ല. ചില ആൾക്കാർ ആ സഭയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മളായിട്ടൊന്നും എതിർക്കാനൊന്നും പോകുന്നില്ല ബ്രദറെ, അവര് പറയുന്ന ദുരുപദേശമല്ലേ, എന്നാ പറയാനാ, നമ്മൾ പോയി ഇരുന്നു കണ്ടു കേട്ടു പോകുന്നു. അല്ല, ഒരു ക്രിസ്തുവിനെ കുറിച്ച് അല്ലല്ലോ പറയുന്നത്, ലോകത്തെ അവരങ്ങനെ പറഞ്ഞോണ്ടേന്നെ, നമ്മളതിനകത്ത് നല്ലത് മാത്രം എടുത്ത്, ഇല്ലേ, കേട്ടിട്ടുണ്ടോ? ഇതാണ് എന്റെ മറ്റേ എക്സ്ട്രീം. അവർക്ക് ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. എന്ത് കർത്താവ് ദൈവം അല്ലെന്ന് പറഞ്ഞാലും അവര് പറയാം അതവരങ്ങനെ പോയിക്കോട്ടെ, നമുക്കിപ്പോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതാണ് ഒരിക്കലും കുറയ്ക്കാത്ത പട്ടി. ഇവർ രണ്ടും മീക്കല്ല എന്നാണ്. ഏറ്റവും മീക്കായിട്ടുള്ള ആള് മോശയാന്ന് പറയുന്നത്. മോശ നല്ലപോലെ കുറയ്ക്കുന്ന ആളായിരുന്നു, പക്ഷെ അത്യാവശ്യത്തിന് മാത്രം. മോശയെ കുറ്റം പറഞ്ഞപ്പോ മോശ കുറച്ചില്ല. ദൈവത്തിന്റെ കാര്യം വന്നപ്പോഴാണ് മോശ കോപം ഉള്ളിലുണ്ടാകുന്നത്. അത് മീക്ക്നെസിന്റെ അടയാളമാണ്. ഹിസ് ഓൺലി കൺസേൺഡ് അബൌട്ട് ഗോഡ്സ് ഗ്ലോറി. അപ്പൊ എല്ലാത്തിനും ഞാൻ ദൈവത്തിന്റെ ഗ്ലോറി കാരണം ആ ബ്രദറെ വഴക്കുണ്ടാക്കുന്നത് പറയുന്നവനെ സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെ പറയുന്നവരോട് അവനെ ഒന്ന് കുറ്റം പറഞ്ഞു നോക്കിയാൽ അറിയാം അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന്. ഓക്കെ, കുറ്റം പറഞ്ഞ് നോക്കണ്ട, ചെക്ക് ചെയ്യണ്ട, പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ട് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്കാം, കാരണം ഇത് തീരെയല്ല. ഓക്കെ, 13-ാം വാക്യത്തിൽ പറയുന്നു, ബെയറിംഗ് വിത്ത് വൺ അനദർ. ഒരാള് സഹിക്കുക, വേറൊരാളെ സഹിക്കുക. അല്ലെ, അടുത്തിരിക്കുന്ന ആൾ അത്ര ഇഷ്ടമൊന്നുമല്ല, ഇയാൾ തന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നല്ലോ ഞായറാഴ്ച എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ആ എന്ത് ചെയ്യാനാ, കർത്തൃമേശ എടുക്കണ്ടല്ലേ, ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് അങ്ങ് സഹിക്കാനാ. കാരണം എല്ലാം കണക്കാന്ന് ദൈവത്തിന് അറിയാം, പക്ഷെ നമുക്കത് അറിയത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തില് വെളുത്ത ക്രിസ്ത്യാനികളും കറുത്ത ക്രിസ്ത്യാനികളും ഉണ്ടെന്ന് ആദ്യകാലത്ത്, അല്ല, വെളുത്തവരും കറുത്തവരും ഉണ്ടെന്നാണ് ആദ്യകാലത്ത് ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. സായിപ്പ് വന്നപ്പോഴാണ് മനസ്സിലായത് എല്ലാം ബ്രൗൺ ആണെന്നുള്ള കാര്യം. അവര് നോക്കിയപ്പോ അവര് മാത്രമേ വൈറ്റുള്ളൂ. ഇവിടെ അവൻ വെളുത്തതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പ് പറയാം ഏത് വെളുപ്പ്, വേർ ഹൂ ചോദിക്കും. കാരണം അവൻ മാത്രമേ വൈറ്റുള്ളൂ, ബാക്കിയെല്ലാം ബ്രൗണിന്റെ പല ഷെയ്ഡാ. അതുകൊണ്ട് സായിപ്പ്മാരൊന്ന് CSI പള്ളി തുടങ്ങിയപ്പോൾ വെളുത്തവനെ കറുത്തവൻ എല്ലാം കൂടെ പിടിച്ച് അതിനകത്ത് ഇട്ടു. കുറെ വെളുത്തവർ ചാടിപ്പോയി, കുറെ കറുത്തവരും ചാടിപ്പോയി, കാരണം അവർക്ക് പറ്റുന്നില്ല. പക്ഷെ സായിപ്പ് നോക്കുമ്പോ എല്ലാം ഓൾ ആർ മാത്തമാറ്റിക്സ്. ഇതുപോലെ ദൈവം നോക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ കുറെ ആൾക്കാർ നല്ലത്, കുറെ ആൾക്കാർ ചീത്ത. ദൈവം നോക്കുമ്പോൾ എല്ലാം കണക്കാ. ദൈവത്തിന്റെ കണ്ണെന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ കാണുന്നത്, അതിനകത്ത് ഒരു വ്യത്യാസമില്ല. കാരണം എല്ലാവരും ഒരുപോലെ പാപികളാണ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം, അതുകൊണ്ട് നമ്മൾ പരസ്പരം സഹിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. കാരണം യേശുവിന് 33.5 വർഷക്കാലം, അതിനുശേഷം ഇത്രയും വർഷവും നമ്മളെ സഹിക്കാമെങ്കിൽ നമ്മളെ പോലെ തന്നെ സമസ്വഭാവമുള്ള ഒരാളെ നമുക്ക് സഹിക്കാൻ പറ്റാതെ ഉണ്ടോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഉണ്ടോ? ഇല്ല. കാരണം അതിനാണ് ബെയറിംഗ് വിത്ത് വൺ അനദർ എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. അത് പരസ്പരം പൊറുക്കുക, പരസ്പരം വഹിക്കുക. ഓക്കെ, അടുത്തത് അപ്പൊ പറയാണ്, എന്റെ ബ്രദറെ ആ മനുഷ്യനെ കൊണ്ട് ഞാൻ മടുത്തു. എന്താണ് അടുത്ത വാക്യം? ഇഫ് വൺ ഹാസ് എ കംപ്ലൈന്റ് അഗൈൻസ്റ്റ് അതർ. അപ്പൊ ഒരാൾക്ക് ഒരാളെ കുറിച്ച് ഒരു പരാതിയുണ്ട്. പരാതിയുണ്ട് എന്ന് പറയുവാണെങ്കിൽ എൽഡർമാരെടുത്ത് ഒന്ന് പറയാണ്, ആ മനുഷ്യൻ അങ്ങനെയാണ്, എനിക്കൊരു പരാതിയുണ്ട്, ആ മനുഷ്യനോട് 2 വർത്താനം പറയണം. ഞാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല, കാരണം ഞാനിപ്പോ നന്നായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ സ്ഥാനത്ത് ആര് പറയണം? നിങ്ങൾ പറയണം. അപ്പൊ നിങ്ങൾ മോശമായാലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ പറയുന്നത് എന്നാന്നറിയോ? നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അങ്ങ് ക്ഷമിച്ചാൽ മതി എന്ന്. ക്ഷമിച്ചോ എല്ലാവരോടും? പരാതിയും പറയണ്ട, തിരുത്താനും പോകണ്ട. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ക്ഷമിക്കണം, പിന്നെയാണ് ബാക്കി കാര്യങ്ങൾ. Forgiving each other as the Lord has forgiven you, so you must also forgive. ദൈവം നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളും ക്ഷമിച്ചേ പറ്റൂ. അപ്പോ ക്ഷമ എന്ന് പറയുന്നതും, സഹോദരൻ നേരത്തെ ജോൺസൺ ബ്രദർ പറഞ്ഞ കായിന്റെ കാര്യമല്ലേ പറഞ്ഞേ? എന്താ, നിന്റെ സഹോദരൻ എവിടെ? എനിക്ക് അവനെ ഇഷ്ടമില്ലായിരുന്നു, അവനെ ഞാൻ പറഞ്ഞു വിട്ടു. ചർച്ചിൽ നിന്ന് പോയല്ലോ, അവിടെ കൊലപാതകമാണ്, ഇവിടെ ആള് ചർച്ചിൽ നിന്ന് പോയി. അപ്പൊ നിന്റെ സഹോദരൻ എന്തിയെ ഇത്ര നാളെ നിന്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നല്ലോ? ഞാനാണോ അവനെ സൂക്ഷിക്കേണ്ട? അവൻ വേണേ വരട്ടെ. അപ്പൊ ഞാനതിന് ഉത്തരവാദിയാണോ? അത് ആയിരിക്കും, പക്ഷെ അവന് വേണേ വരാല്ലോ. ഇതാ കാര്യം പറഞ്ഞ, ഞാനാണോ അവന്റെ സൂക്ഷിപ്പുകാരൻ? അവനെ കൊന്നത് ഞാനായിരിക്കും, പക്ഷെ സൂക്ഷിപ്പുകാരൻ ഞാനല്ല. ഓക്കെ,
14 വാക്യം കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചേക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഒരു നിമിഷം പോലും ഇരുത്തുന്നില്ല. ആൻഡ് എബവ് ഓൾ ദീസ്, ഇതെല്ലാത്തിന്റെയും മുകളിൽ സ്നേഹം, എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന സ്നേഹം. നമ്മളെ പല ഷേപ്പിലുള്ളവരാണ്, പല സ്ഥലത്തുനിന്ന് വന്നവരാണ്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. ഇത്തിരി ഗാന്ധി കയ്യിലുള്ളവരും ഇല്ലാത്തവരും ഇവിടെ ഉണ്ട്. ഗാന്ധി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, പ്രിന്റഡ് ഗാന്ധി. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? എല്ലാവരെയും പരസ്പരം യുണൈറ്റ് ചെയ്യുന്ന സ്നേഹം. ക്രിസ്തുവിന്റെ വിശ്വാസം എന്ന് പറയുന്നതും മതം എന്ന് പറയുന്നതും എല്ലാം ഈ സ്നേഹമാണ്, വേറെ ഒന്നുമല്ല. വേറെ എന്ത് നിങ്ങൾ കാണിച്ചാലും, രാത്രി മുഴുവൻ ഉപവാസമായാലും, ഭയങ്കരമായിട്ട് കൊളോസി ലേഖനത്തിൽ പറഞ്ഞ പോലെ തുടരുത് പിടിക്കരുതിന്റെ ആശാനായാലും, അല്ല, ചില ആൾക്കാർ അതിനകത്ത് ഉസ്താദുകളാണ്, എക്സ്പേർട്ടുകളാണ്. ദൈവം മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ദ ഒൺലി ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ കാരണം ആരെങ്കിലും വേദനയിലിരിപ്പുണ്ടോ? നിങ്ങൾ ആരോടെങ്കിലും കയ്പായിരിക്കുന്നുണ്ടോ? ഈ ഒരൊറ്റ കാര്യമാണ് നമ്മുടെ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത്. പുതിയ മനുഷ്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാം ഒരുപോലെ നരകയോഗ്യരും പാപികളുമായിരിക്കെ നിങ്ങൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു. അതോടൊപ്പം നമ്മുടെ ഹോളിനെസ്, പണത്തോടുള്ള മനോഭാവം, നമ്മുടെ വികാരങ്ങളെ എങ്ങനെയാണ് നമ്മൾ താലോലിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ പുതിയ മനുഷ്യനെ എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വിശുദ്ധീകരണത്തിന്റെ അടയാളങ്ങളാണ്. ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതെങ്കിൽ ആ ഇടുക്ക് വഴി എല്ലാ സമയത്തും നമ്മുടെ മുമ്പിൽ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പരാജയങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിരാശപ്പെടരുത്. അവിടെ ജോൺസൺ ബ്രദർ പറഞ്ഞ വാക്യം നമ്മുടെ മുമ്പിലുണ്ട്, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ. ഞാൻ അതിൻ്റെ ഒരു വാക്കോടെ ചേർക്കട്ടെ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ അല്ലെങ്കിൽ മധ്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല, ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരിടത്ത് കുരുങ്ങിയവരാണെങ്കിൽ പോലും വിശ്വസിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ രക്ഷിച്ചവനായ ദൈവം നിങ്ങളെ കൈവിടാത്ത ദൈവമാകിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും. ബട്ട് വി ഹാവ് ടു ബിലീവ് ഇറ്റ്. വിശ്വസിക്കണം, ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ വസിക്കുന്നത്. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.